ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുക്കുടുംബത്തെ നയിച്ചവനെ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനെ, അനുസരണത്തിൻ നിദാനമേ എളിമതൻ വിളനിലമായവനെ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ, തിരുസഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം സ്നേഹമാ ശക്തിയാ എന്നിൽ വന്നു നിറയണമേ, സ്നേഹമാ ശക്തിയാ എന്നിൽ വന്നു നിറയണമേ, ആരാധിക്കുന്നേ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കുന്നേ പൂർണ്ണമാനമോടെ, ആരാധിക്കുന്നേ സർവശക്തിയോടെ എൻ ദൈവമേ, എൻ രക്ഷകാ, എൻ ദൈവമേ, സ്നേഹമാ ശക്തിയാ എന്നിൽ വന്നു നിറയണമേ, സ്നേഹമാ സൗഖ്യമാ എന്നിൽ വന്നു നിറയണമേ, ആരാധിക്കുന്നേ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കുന്നേ പൂർണ്ണമാനമോടെ, ആരാധിക്കുന്നേ സർവശക്തിയോടെ എൻ ദൈവമേ, എൻ രക്ഷകാ, എൻ ദൈവമേ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ വിചാരങ്ങളും എല്ലാം അവിടുത്തെ തിരുമുമ്പിൽ അർപ്പിച്ച് ഈ ദിവസം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പോലും എളിയതാണ് എന്ന് ഞങ്ങൾക്കറിയാം. അവയെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പൂജരാജാക്കന്മാർ കാഴ്ച വസ്തുക്കൾ സമർപ്പിച്ച് ആരാധിച്ചതുപോലെ യൗസേപ്പും മറിയവും അവരുടെ ഹൃദയവും മനസ്സും മുഴുവൻ ദൈവസുതനിൽ അർപ്പിച്ച് ആരാധിച്ചതുപോലെ ഈ ദിവസം ഓ ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്കുള്ളതും ഞങ്ങൾക്കില്ലാത്തതും, ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നതും ഞങ്ങൾ അകറ്റി വയ്ക്കുന്നതും
എല്ലാം കർത്താവെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അർപ്പിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ നിറയപ്പെടുന്ന ഒരു ആത്മാവിന് മാത്രമല്ലേ അങ്ങയെ പിന്തുടരുവാൻ കഴിയൂ. വേർപിരിയാത്ത ബന്ധം അങ്ങുമായി സ്ഥാപിക്കാൻ കഴിയൂ. ഓ ഈശോയെ, ഈ ദിവസം അങ്ങുമായി വേർപിരിയാത്തൊരു സ്നേഹബന്ധം ഉറപ്പിക്കാൻ എന്നെ നീ അനുവദിക്കില്ലേ? ഒട്ടേറെ വസ്തുക്കളെയും സംവിധാനങ്ങളെയും വ്യക്തികളെയും സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയെ മുഴുവൻ ഹൃദയത്തോടെ സ്നേഹിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈശോയെ, ഈ ദിവസം അങ്ങുമായി വേർപിരിയാത്തൊരു സ്നേഹബന്ധം സ്ഥാപിക്കാൻ യൗസേപ്പും മറിയവും സ്ഥാപിച്ചതുപോലെ, പൂർവ്വപിതാക്കന്മാർ സ്ഥാപിച്ചതുപോലെ, വിശുദ്ധാത്മാക്കൾ സ്ഥാപിച്ചതുപോലെ, ഇന്നും അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കൾ സ്ഥാപിക്കുന്നത് പോലെ വേർപിരിയാത്തൊരു സ്നേഹബന്ധം, ഒരിക്കലും ഒന്നിനും വേർപെടുത്താൻ കഴിയാത്തൊരു സ്നേഹബന്ധം കർത്താവെ നീയുമായി ഉറപ്പിക്കുവാൻ ഞങ്ങളെ നീ അനുവദിക്കണമേ. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പൗലോസ് ചോദിച്ചു. വ്യക്തികൾക്ക് കഴിയില്ല, സംവിധാനങ്ങൾക്ക് കഴിയില്ല, ആയുധബലത്തിനോ കായിക ബലത്തിനോ കഴിയില്ല. കാരണം അവൻ എൻ്റെ പ്രാണപ്രിയനാണ്. അവൻ സർവാംഗസുന്ദരൻ മാത്രമല്ല, അവൻ എൻ്റെ ഹൃദയത്തെ കവരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാണനാഥനാണ്. എൻ്റെ പ്രാണനാഥനായ യേശുവുമായി ഏറ്റവും അടുത്ത ബന്ധം ഞാൻ സ്ഥാപിക്കുമ്പോൾ വില കുറഞ്ഞ സ്നേഹങ്ങളിൽ നിന്നും എൻ്റെ കണ്ണുകൾ കർത്താവിൽ ഉറപ്പിക്കുവാൻ ഇടവരും. സ്നേഹത്തോടെ ഈശോയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് അവൻ്റെ സ്നേഹത്താൽ നിറയാൻ ആഗ്രഹിക്കാം. തൻ്റെ അടുത്തേക്ക് വരുന്ന ഏതൊരു ആത്മാവിനെയും സ്നേഹം നൽകി നിറയ്ക്കുന്ന ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ കാത്തിരുന്ന സ്നേഹമേ, അമ്മ മറിയവും യൗസേപ്പും താണു വണങ്ങി കുമ്പിട്ട സ്നേഹമേ, ദൈവദൂതന്മാർ താണു വണങ്ങുന്ന സ്നേഹമേ, വിശുദ്ധരായ ദൈവമക്കളൊക്കെയും എല്ലാം അർപ്പിച്ചു വണങ്ങിയ സ്നേഹമേ, മാനവരാശി എക്കാലവും ആഗ്രഹിക്കുന്ന സ്നേഹമേ, ഇടതടവില്ലാതെ സ്തുതികളിലും ആരാധനകളിലും തന്നെ തന്നെ നൽകുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങയുടേതാക്കി മാറ്റണമേ. ഞങ്ങളുടെ വിഭജിക്കപ്പെട്ട ഹൃദയത്തെ അങ്ങയിൽ ഒന്നാക്കി തീർക്കണമേ. ഓ ഈശോയ്ക്ക് വേണ്ടി മാത്രമാക്കി ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റണമേ. കർത്താവിന് വേണ്ടി മാത്രമാക്കി മാറ്റണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവാംഗ സുന്ദരനെ, ശാരോനിൻ പനിനീർപ്പൂവേ, എൻ ഹൃദയം കവർന്ന സ്വർഗീയ രാജകുമാര, പ്രാണനാഥ യേശുവേ, പ്രാണനാഥ യേശുവേ, സർവാംഗ സുന്ദരനെ, ശാരോനിൻ പനിനീർപ്പൂവേ, എൻ ഹൃദയം കവർന്ന സ്വർഗീയ രാജകുമാര, പ്രാണനാഥ യേശുവേ, പ്രാണനാഥ യേശുവേ. അങ്ങുമായി വേർപിരിയാത്തൊരു സ്നേഹം നീ ഞങ്ങൾക്ക് തരണമേ. ബെത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ പിറന്ന നിന്നിലേക്ക് ജീവിതത്തെ മുഴുവൻ തരുവാൻ ഇതാ നിന്റെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞുവല്ലോ. അതുപോലെ തന്നെ അങ്ങയെ ഈ ദിവ്യകാരുണ്യത്തിൽ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ ജീവൻ മുഴുവൻ അങ്ങയിൽ അർപ്പിക്കട്ടെ. വേർപിരിയാത്തൊരു സ്നേഹബന്ധം സ്ഥാപിക്കാൻ നീ ഞങ്ങളെ ഈ ദിവസം അനുവദിക്കണമേ. മറ്റാർക്കും വേണ്ടി, മറ്റൊന്നിനും വേണ്ടി, മറ്റൊരു സംവിധാനങ്ങൾക്കും വേണ്ടി ഞങ്ങളെ കൊടുക്കുവാൻ നീ ഞങ്ങളെ അനുവദിക്കരുതേ. ഓ എല്ലായ്പ്പോഴും ഞങ്ങളെ വീണ്ടെടുക്കുന്ന സ്നേഹമേ,
ദിവ്യകാരുണ്യ സ്നേഹമേ, ഹൃദയങ്ങളെ കവരുന്ന സ്നേഹമേ, ഞങ്ങൾക്ക് വേണ്ടി വേട്ടപ്പട്ടിയെ പോലെ പിന്തുടരുന്ന സ്നേഹമേ, ഞങ്ങൾ വേണ്ട എന്ന് വെച്ചാലും ഞങ്ങളുടെ പിറകെ വരുന്ന സ്നേഹമേ, ഞങ്ങളെ ആലിംഗനം ചെയ്യുന്ന സ്നേഹമേ, പാപങ്ങൾ തുടച്ചു മാറ്റുന്ന സ്നേഹമേ, കരുണയോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, ഈ ആരാധനയിൽ പങ്കുകാരാകുന്ന ദൈവമക്കളെ ഒക്കെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമേ, പ്രപഞ്ചത്തിന്റെ മാറിൽ തകർച്ചയിൽ കഴിയുന്ന ദൈവമക്കളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമേ, വഴിയരികിലൂടെ സഞ്ചരിക്കുന്ന സ്നേഹമേ, പ്രാണൻ വെടിയുന്ന ജീവനുകളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഞങ്ങളെ പിന്തുടരുന്ന സ്നേഹമേ, ഈ ദിവസം ഞങ്ങളെ എല്ലാവരെയും വീണ്ടെടുക്കണമേ, നിന്നിൽ ഒന്നാക്കി തീർക്കണമേ. സ്നേഹത്തോടെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കാവില്ല മറക്കാൻ, എനിക്കാവില്ല പിരിയാൻ, എനിക്കാവില്ല മറക്കാൻ, എനിക്കാവില്ല അത്രമാത്രം സ്നേഹിച്ചു, അത്രമാത്രം പാലിച്ചു, അത്രമാത്രം സ്നേഹിച്ചു, അത്രമാത്രം പാലിച്ചു. അതെ ഈശോ, നമ്മുടെ കർത്താവ് നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മൾ അവനെ സ്നേഹിച്ചത് കൊണ്ടല്ല അവൻ നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ അവനെ തേടിപ്പോയത് കൊണ്ടല്ല അവൻ നമ്മളെ തേടി വന്നത്. നമ്മൾ അവനെ തിരസ്കരിക്കുമ്പോഴും അവൻ്റെ സ്നേഹം നമ്മളെ പിന്തുടരുന്നുണ്ട്. ഭ്രാന്തമായ സ്നേഹമാണ് അവൻ്റെ സ്നേഹം. നമുക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സ്നേഹമാണ് അവൻ്റെ സ്നേഹം. ഏതൊരു പാപിക്കും ഇടം കൊടുക്കുന്ന സ്നേഹമാണ് അവൻ്റെ സ്നേഹം. ഓ ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ ഈ ദിവസം അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങളെ തന്നെ അർപ്പിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യമാക്കണമേ. പിഞ്ചു ബാലിക ബാലന്മാരെ, ചെറുപ്പക്കാരെ, സ്നേഹത്തിന് വേണ്ടി വാഞ്ചിക്കുകയും കാംക്ഷിക്കുകയും ചെയ്യുന്ന ഏതൊരു ഹൃദയത്തെയും ഓ ഈ ദിവസം അവിടുന്ന് നിന്റേതാക്കി മാറ്റണമേ. അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ വില കുറഞ്ഞ സ്നേഹങ്ങളെ എല്ലാം കീഴടക്കണമേ. ഓ സ്നേഹമേ, ഞങ്ങളെ കീഴടക്കണമേ. എനിക്കാവില്ല മറക്കാൻ, എനിക്കാവില്ല അത്രമാത്രം സ്നേഹിച്ചു, അത്രമാത്രം പാലിച്ചു, പിരിയാൻ എനിക്കാവില്ല മറക്കാൻ, എനിക്കാവില്ല. സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പിനൊപ്പമുള്ള നമ്മുടെ ഈ ആത്മീയ യാത്രയുടെ 23-ാമത്തെ ദിവസത്തിലാണ് നമ്മളിന്ന്. ഈ ദിവസം ധ്യാനിക്കുന്നത് അത്യന്തം നിർമ്മലനായ യൗസേപ്പ്, അല്ലെങ്കിൽ അത്യന്തം വിരക്തനായ യൗസേപ്പ് എന്ന് പറയും. ദ മോസ്റ്റ് ചേസ്റ്റ് ആയിരിക്കുന്ന യൗസേപ്പ്. യൗസേപ്പിൻ്റെ മാതാപിതാക്കൾ യൗസേപ്പിനോട് അവൻ ചെറുപ്പമായിരുന്ന സമയത്ത് ഒട്ടേറെ വേദഗ്രന്ഥങ്ങളും പ്രത്യേകിച്ചും ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളുമൊക്കെ പ്രാർത്ഥനയുടെ ഭാഗമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം അവൻ്റെ മാതാവും പിതാവും യൗസേപ്പിനോട് പറഞ്ഞു, മോനെ, സങ്കീർത്തനങ്ങൾ മാലകളായി വലിയ സങ്കീർത്തന മാലകൾ രൂപപ്പെടുത്തിയ ദാവീദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ശക്തനായ രാജാവ്, നേതാവ്, അവൻ എല്ലാ ദിവസവും മുടങ്ങാതെ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് കേട്ടപ്പോൾ കൊച്ചു യൗസേപ്പിൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹമായി. കാരണം കൂടുതൽ സമയം ആരുടെ കൂട്ടത്തിൽ ചെലവഴിക്കുന്നുവോ അവരുമായി അഭേദ്യമായ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരിക്കുമല്ലോ. അതാണ് യൗസേപ്പ് ചിന്തിച്ചത്. ഇത് കേട്ട ദിവസം മുതൽ യൗസേപ്പ് എല്ലാ ദിവസവും മുടങ്ങാതെ 7 പ്രാവശ്യം
പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഈ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: വരാനിരിക്കുന്ന മിശിഹായ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വരാനിരിക്കുന്ന ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല, കാതുകൾ കൊണ്ട് കേട്ടിട്ടില്ല, ഞങ്ങളുടെ ഹൃദയം അനുഭവിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ പാപത്തിൽ കഴിയുന്ന മാനവരാശിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അയക്കാനിരിക്കുന്ന മിശിഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളുമാണ് ഇവൻ ഈ 7 പ്രാവശ്യവും പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ശ്രദ്ധിച്ച യൗസേപ്പിൻ്റെ അമ്മ അടുത്ത് ചെന്നുകൊണ്ട് ചോദിച്ചു: മോനെ യൗസേപ്പേ, സത്യത്തിൽ നീ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. രക്ഷകനെ നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും? രക്ഷകന് വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിലാണ് നീ വലിയ സന്തോഷം കണ്ടെത്തുന്നത്. ആ പ്രാർത്ഥന കാണുമ്പോഴേ നിന്റെ കണ്ണുകൾ തുറക്കുന്നതും കാതുകൾ കൂർപ്പിച്ച് ഇരിക്കുന്നതുമെല്ലാം എനിക്ക് കാണാം. മോനെ, സത്യത്തിൽ രക്ഷകനെ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ നിനക്ക് അവസരം കിട്ടിയാൽ നീ എന്തു ചെയ്യും? യൗസേപ്പ്, ബുദ്ധിമാനായ യൗസേപ്പ്, അവൻ മറുപടി പറഞ്ഞു: ഞാൻ ആ രക്ഷകനെ ഒരിക്കലും പിരിയില്ല. ആ രക്ഷകനെ ഞാൻ ഒരിക്കലും പിരിയില്ല. നിരന്തരം ഞാൻ അവനെ പിന്തുടരും. അമ്മ പറഞ്ഞു: മോനെ, അറിയാവോ, യേശയ്യാ പോലുള്ള ദീർഘദർശികൾ പറഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന മിശിഹ ഏറ്റെടുക്കാനിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ച്. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്ന മനുഷ്യരൊക്കെ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അതിന് നിനക്ക് പറ്റുമോ? കുഞ്ഞു യൗസേപ്പ് പറഞ്ഞു: എത്ര കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിരുന്നാലും, ജീവിതത്തിൽ എത്ര കണ്ട് ക്ലേശകരമായത് സംഭവിച്ചാലും അവനെ ഞാൻ പിന്തുടരും. സഹോദരങ്ങളെ, ഈ യൗസേപ്പിൻ്റെ കൈവെള്ളയിലാണ് കർത്താവ് വന്നത്. അനേകം കാലങ്ങളായി അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും കാണാൻ ആഗ്രഹിച്ചവ, അനേകം തപസ്വിനികൾ നിരന്തരമായി അനുധ്യാനത്തിലൂടെ കാണാൻ ആഗ്രഹിച്ചവ ഇവൻ്റെ കൈവെള്ളയിൽ വന്ന് പെട്ടു. അവന് വേണ്ടി ജീവിതം കൊടുത്തു. അതേ കർത്താവാണ് നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യ ഈശോയായി വന്നിരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ അവനെ കാണുന്നുണ്ട്, നമ്മൾ അവനെ കേൾക്കുന്നുണ്ട്, ഹൃദയം ആസ്വദിക്കാൻ അവസരം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അവന് വേണ്ടി നമ്മളെ തന്നെ കൊടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അത്യന്തം വിരക്തത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്യന്തം നിർമ്മലനായിരിക്കുക എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ മോഹങ്ങൾ ഈശോയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. പലപ്പോഴും കുമ്പസാരക്കൂട്ടിൽ പോയി നമ്മൾ പാപങ്ങൾ പറയുന്ന നേരത്ത് എന്താണ് പറയാറുള്ളത്? നമ്മൾ ചെയ്ത പാപങ്ങളാണ് പറയുന്നത്, അല്ലേ? വീണു പോകുന്ന പാപങ്ങൾ നമ്മൾ പറയും, പറ്റിപ്പോയ കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ ഇത് പറയുന്ന നേരത്തും നമ്മുടെ ഉള്ളിൽ തെറ്റായ ചില മോഹങ്ങൾ നമ്മൾ താലോലിക്കാറില്ലേ? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:15 പറയുന്നത് പോലെ, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. സത്യത്തിൽ തെറ്റായ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ധാരാളമായി നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. സമ്പത്തിന് വേണ്ടിയിട്ടുള്ള മോഹം. ഒരുപക്ഷെ നമ്മൾ സമ്പന്നനായിരിക്കണമെന്നില്ല, എല്ലാവരുടെയും മുകളിൽ വരാനുള്ളൊരു മോഹം. നമ്മൾ മുകളിലായിരിക്കണമെന്നില്ല, വളരെ താണ ഒരു കാര്യമായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ മോഹം നമ്മുടെ ഉള്ളിലുണ്ട്, തെറ്റായ മോഹങ്ങൾ. നല്ല മോഹങ്ങൾ തീർച്ചയായും നമ്മൾ വളർത്തിയെടുക്കണമല്ലോ. എന്ത് മോഹമാണ് നമുക്കുള്ളത്? ഒരുപക്ഷെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഒരുപാട് പേരെ സ്നേഹിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ കുറച്ചു കൂടുതലായി സ്നേഹിക്കുന്നുണ്ട്. അവിടെ തെറ്റുപറ്റുന്നുണ്ട്. കാരണം ആ സ്നേഹം വിഭജിക്കപ്പെട്ട സ്നേഹമാണ്, യഥാർത്ഥ സ്നേഹമാകുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ ഈ നിക്ഷേപം കണ്ടെത്തുമ്പോൾ, ഈശോ എന്ന് പറയുന്ന നിക്ഷേപം കണ്ടെത്തുകയും അത് കേൾക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുന്ന സമയത്ത് അവന് വേണ്ടി സമ്പൂർണമായി കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒട്ടേറെ സ്നേഹങ്ങളുള്ള ഈ ലോകത്ത്, ഒട്ടേറെ പ്രേമങ്ങളുള്ള ഈ ലോകത്ത്, അത്തരം ഒരുപാട് സ്നേഹങ്ങളെയും പ്രേമങ്ങളെയും ബലി കഴിച്ച് ഈ ബലിക്കുഞ്ഞാടായ യേശുവിനെ സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇന്ന് മനുഷ്യര് സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല സമയം കളയുന്നത്, സമയം കളയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും സ്നേഹിക്കുന്നത്. സമയം കളയാൻ വേണ്ടി സ്നേഹിക്കുമ്പോൾ വില കുറഞ്ഞ സ്നേഹങ്ങളുടെ പിറകെ എനിക്കും നിങ്ങൾക്കും യാത്രയാകാൻ കഴിയൂ. ഈ ദിവസം
നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവിനെ യൗസേപ്പും മറിയവും കണ്ടതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തിൽ കാണുന്ന മനുഷ്യരാണ് നമ്മൾ. അവൻ്റെ മുഖത്ത് നിന്നും ദൃഷ്ടി നമ്മൾ മാറ്റുമ്പോഴാണ് പാപത്തിൽ വീണു പോകുന്നത്, തിന്മയിൽ നമ്മൾ വീണു പോകുന്നത്. ആദ്യ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുക. കർത്താവിനൊപ്പം ദൈവത്തിനൊപ്പം നടന്ന് സായാഹ്ന സവാരി നടത്തിയ മനുഷ്യരാണവർ. പക്ഷെ ഒരു പ്രധാനപ്പെട്ട സമയം വന്നപ്പോൾ അവളും അവനും ദൈവത്തിൽ നിന്ന് ദൃഷ്ടി മാറ്റി. പാപം ദൃഷ്ടിദോഷമാണ്. യഥാർത്ഥത്തിൽ ദൃഷ്ടി മാറ്റി നോക്കേണ്ട ഇടത്തിലേക്ക് നോക്കുന്നതിന് പകരം ദുഷ്ടൻ കാണിച്ചു തന്ന ഫലങ്ങളിലേക്ക് നോക്കാനായിട്ടിട വന്നു. അതിലൂടെ അവർ തകർന്നുപോയി. കർത്താവെ, അങ്ങയെ നിരന്തരം കാണുന്ന ഈ കണ്ണുകൾ, അങ്ങയെ നിരന്തരം കേൾക്കുന്ന ഈ കാതുകൾ, അങ്ങയെ ധ്യാനിക്കുന്ന ഈ ഹൃദയം എല്ലായ്പ്പോഴും അങ്ങയുടേത് മാത്രമായിരിക്കണമേ എന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? യൗസേപ്പ് പറഞ്ഞതുപോലെ, അമ്മ, ഒരിക്കലും ഞാൻ അവനെ പിരിയില്ല, ഒരിക്കലും അവൻ പിരിഞ്ഞിട്ടില്ല. എത്ര കണ്ട് ക്ലേശകരമായത് എന്നിൽ വന്നു ചേർന്നാലും അവനെ പിരിയാത്തൊരു സ്നേഹബന്ധം ഞാൻ അവനുമായി സ്ഥാപിക്കും. ഈശോയെ, ഈ ദിവസം സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല നിർമ്മലമായ സ്നേഹം പലപ്പോഴും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർമ്മലമായ സ്നേഹത്തിൻ്റെ ഉടമകളായി മാറുവാൻ ഞങ്ങൾക്കും കഴിയുന്നില്ല. ഈശോയെ, നിർമ്മലമായൊരു സ്നേഹം ഞങ്ങൾക്ക് തരണമേ. നിർമ്മലമായ സ്നേഹം ദിവ്യകാരുണ്യത്തിൽ നിന്നും ധാരാളമായി സ്വീകരിച്ച് അത് മറ്റുള്ളവർക്കും പ്രദാനം ചെയ്യാൻ ഞങ്ങൾ ഈ ദിവസം നീ അനുവദിക്കണമേ. ഈശോയോട് സ്നേഹത്തോടെ യൗസേപ്പിനോടും മറിയത്തോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ഒരുപാട് മോഹങ്ങൾ, തെറ്റായ മോഹങ്ങൾ കൊണ്ടു നടക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. പേരിന്, പ്രശസ്തിക്ക്, സമ്പത്തിന്, ജഡിക മോഹങ്ങൾക്ക്, ലോകത്തിൽ എന്തെല്ലാം മോഹങ്ങളുണ്ടോ ആ മോഹങ്ങളൊക്കെയും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ സൂക്ഷിക്കുന്ന ഒരു രഹസ്യ അറ ഞങ്ങൾക്കുണ്ട്. ഓ കർത്താവേ, 1000 സൂര്യനേക്കാൾ പ്രഭയുള്ള അങ്ങയുടെ പരിശുദ്ധിയുടെ പ്രഭ അയച്ച് ഞങ്ങളുടെ മോഹങ്ങളെ എല്ലാം ഈ ദിവസം ശുദ്ധി ചെയ്യണമേ. പരിശുദ്ധമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വന്ദനായ യൗസേപ്പിനും പരിശുദ്ധിയായ മറിയത്തിനും ആ സ്നേഹം എന്നും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞതുപോലെ വേർപിരിയാത്തൊരു സ്നേഹം ഓ ഈശോയെ ഞങ്ങൾക്ക് തരണമേ. വില കുറഞ്ഞ സ്നേഹങ്ങളുടെ പിറകെ പോയി വീണുപോയ എല്ലാ ജീവിതങ്ങളെയും ഈ സമയം അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്നേഹങ്ങളെ ശുദ്ധി ചെയ്യണമേ. അങ്ങയുടേത് മാത്രമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. ഓ വന്ദനായ യൗസേപ്പേ, പരിശുദ്ധിയായ മറിയമേ, നിങ്ങളിതിനു വേണ്ടി സഹായിക്കുക. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധി കൊണ്ട് നമ്മൾ നിറയട്ടെ, സ്നേഹം കൊണ്ട് നിറയട്ടെ. സ്നേഹിക്കുന്നു ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ, എല്ലാരേക്കാളും നിന്നെ ഞാൻ. സ്നേഹിക്കുന്നു ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ, എല്ലാരേക്കാളും നിന്നെ ഞാൻ. മർത്യസ്നേഹം വേണ്ട, ലോകസ്നേഹം വേണ്ട, നിന്റെ സ്നേഹം മതി എനിക്ക്. മർത്യസ്നേഹം വേണ്ട, ലോകസ്നേഹം വേണ്ട, നിന്റെ സ്നേഹം മതി എനിക്ക്. യൗസേപ്പ് മറിയത്തോട് പറഞ്ഞു, എൻ്റെ പ്രിയമുള്ളവളെ, നാം എത്ര ഭാഗ്യമുള്ളവരാണ്. രക്ഷകനെ കണ്ട കണ്ണുകളും കാതുകളും ഹൃദയവുമുള്ളവർ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, യൗസേപ്പും മറിയവും പറഞ്ഞതുപോലെ തന്നെ അങ്ങയെ നോക്കിക്കൊണ്ട് ഞങ്ങളും പറയട്ടെ, ഓ ഞങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവർ. രക്ഷകനെ കണ്ട കണ്ണുകളും കാതുകളും ഹൃദയവുമുള്ളവർ. അങ്ങയെ വേർപിരിയാത്തൊരു ബന്ധം ഓ ഈശോയെ നീ ഞങ്ങൾക്ക് തരണമേ. ഈ ദിവസം അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാം അവിടുത്തെ സ്വന്തമാക്കി മാറ്റണമേ. സ്നേഹത്തോടെ നമുക്ക് ഈശോയോട് പറയാം, പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്നു ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ, എല്ലാരേക്കാളും നിന്നെ ഞാൻ.
ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ എല്ലാരേക്കാളും നിന്നെ ഞാൻ. മർത്യ സ്നേഹം വേണ്ട, ലോക സ്നേഹം വേണ്ട, നിന്റെ സ്നേഹം മതി എനിക്ക്. മർത്യ സ്നേഹം വേണ്ട, ലോക സ്നേഹം വേണ്ട, നിന്റെ സ്നേഹം മതി എനിക്ക്. രക്ഷകന്റെ കാവൽക്കാരനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പങ്കാളിയുമായി ഔസേപ്പിതാവേ, അങ്ങേ കരങ്ങളിൽ ദൈവം തൻ്റെ ഏകജാതനെ ഫലമേൽപ്പിച്ചുവല്ലോ. മറിയം അങ്ങയിൽ വിശ്വാസമർപ്പിച്ചു. അങ്ങയോടൊപ്പം ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നു. വന്ദ്യനായ ഔസേപ്പിതാവേ, ജീവിത പാതയിൽ ഞങ്ങളെ നയിച്ചുകൊണ്ട് ഞങ്ങൾക്കും അങ്ങൊരു പിതാവായിരിക്കണമേ. കൃപയും കരുണയും ആത്മധൈര്യവും ഞങ്ങൾക്കായി നേടിത്തരണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. ഓ സ്നേഹതാതനാ മറിയൗസേപ്പേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനെ, സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന് വഴി കാട്ടിയിടണേ അനുദിനവും. സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന് വഴി കാട്ടിയിടണേ അനുദിനവും. മാതാവും പൊന്നുണ്ണി യേശുവും അങ്ങേ സ്നേഹക്കൂട്ടിൽ കഴിഞ്ഞതുപോ. മാതാവും പൊന്നുണ്ണി യേശുവും അങ്ങേ സ്നേഹക്കൂട്ടിൽ കഴിഞ്ഞതുപോ. പ്രിയതാതാങ്ങേ വാത്സല്യമേറ്റി സ്നേഹത്തിൽ ഞങ്ങൾ വളർന്നിടട്ടെ. പ്രിയതാതാങ്ങേ വാത്സല്യമേറ്റി സ്നേഹത്തിൽ ഞങ്ങൾ വളർന്നിടട്ടെ. പാലകാ നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ. പാലകാ നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുവിന്റെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ശക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ശക്തിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ പ്രത്യാശയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധയായ മാതാവിന്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിന്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കുവാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിന്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സ്നേഹിക്കുന്നു ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ, എല്ലാരെക്കാളും നിന്നെ ഞാൻ. സ്നേഹിക്കുന്നു ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ, എല്ലാരെക്കാളും നിന്നെ ഞാൻ. മർത്യസ്നേഹം വേണ്ട, ലോകസ്നേഹം വേണ്ട, നിന്റെ സ്നേഹം മതി എനിക്ക്. മർത്യസ്നേഹം വേണ്ട, ലോകസ്നേഹം വേണ്ട, നിന്റെ സ്നേഹം മതി എനിക്ക്. സ്നേഹിക്കുന്നു ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ, എല്ലാരെക്കാളും നിന്നെ ഞാൻ. സ്നേഹിക്കുന്നു ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ, എല്ലാരെക്കാളും